നമസ്കാരം. മീറ്റ് ദ ലീഡേഴ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇത്തവണ ഒരു മാറ്റം വേണം. ഈ പല സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടല്ല. ഈ 4 വർഷം കൊണ്ട് പലരുടെയും അടിത്തറ തന്നെ തകർന്നു പോയി എന്നുള്ളതാണ്. പലരും മരുന്ന് കിട്ടാതെ മരണപ്പെടുന്ന എത്രയോ ആളുകളുണ്ടെന്നറിയോ? കാരണം പിണറായിയുടെ ഫോട്ടോ കണ്ടാൽ പോലും ആളുകൾ കാർപ്പിച്ച് തുപ്പുന്ന സാഹചര്യത്തിലേക്ക് വന്നു. ഈ ദാരിദ്ര്യമാണ് രാഷ്ട്രീയക്കാരുടെ മുതലെടുപ്പ്. ആ ദാരിദ്ര്യത്തിലാണ് അവർ വോട്ട് പിടിക്കുന്നത്. അഴിമതി എങ്ങനെ നടത്താമെന്ന് റിസർച്ച് നടത്തിയാണ് നിയമങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ വിചാരിക്കുന്ന ഇരട്ടച്ചങ്കൻ. പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന് ഈ ജനങ്ങളെ മുഴുവൻ വഞ്ചിക്കുകയില്ലായിരുന്നോ? ഇന്ന് നമ്മളോടൊപ്പമുള്ളത് കിറ്റെക്സ് MDയും 2020 അമരക്കാരനുമായ സാബു ജേക്കബാണ്. നമസ്കാരം സാർ. നമസ്കാരം സാർ. ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള സംസാരമാണ്. ഇലക്ഷൻ ഏതാണ്ട് 10-40 ദിവസം നമ്മുടെ മുന്നിലുണ്ട്. 2020 ശക്തരായ രണ്ട് സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയിട്ടുണ്ട്. സാർ, എങ്ങനെയാണ് ഈ ഇലക്ഷനിൽ ഒരു 2020യുടെ ഒരു നീക്കങ്ങൾ എങ്ങനെയാണ്? ഈ കഴിഞ്ഞ 67 വർഷങ്ങളായിട്ട് ഒന്നല്ലെങ്കിൽ ഇടതിന് അല്ലെങ്കിൽ വലതിന് വോട്ട് ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരു ജനസമൂഹമാണ് കേരളത്തിൽ. പലപ്പോഴും പലരും പറയാറുണ്ട്, നിവൃത്തികേട് കൊണ്ട് ഏതെങ്കിലും മുന്നണിക്ക് വോട്ട് ചെയ്യുകയാണെന്ന്. അവരിഷ്ടപ്പെട്ടിട്ടല്ല, പക്ഷെ അവർക്ക് അവരുടെ മുന്നിൽ ഒരു ഓപ്ഷനില്ല. ഇന്ന് 2020 ഈ തവണ പാർലമെൻറ്റിലേക്ക് വരുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് ആദ്യമായിട്ട് അവർക്ക് ഈ ഇടതിനെയും വലതിനെയും മാറ്റി മടുത്ത് വേറൊരു മുന്നണിക്ക് വോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൈവന്നിരിക്കുകയാണത്. അതിപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ ഇറങ്ങിക്കോ, തൊഴിലുറപ്പിൽ ഇറങ്ങിക്കോളൂ, കൂലിപ്പണിക്കാരുടെ അടുത്തായിക്കോട്ടെ, കൃഷിക്കാരുടെ അടുത്തായിക്കോട്ടെ, അവരെല്ലാവരും പറയുന്നത് ഇത്തവണ ഒരു മാറ്റം വേണം. അപ്പോൾ ആ രീതിയിലാണ് ജനങ്ങൾ ഈ തവണ 2020യുടെ ഈ പറയുന്ന 2 സ്ഥാനാർത്ഥികളെ കാണുന്നത്. ഈ ഒരു തേർഡ് ഓപ്ഷൻ എന്നുള്ള രീതിയിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അത് BJP ഒരു ഓപ്ഷനായിട്ട് എങ്ങനെയാണ് കാണുന്നത് ആ സ്പേസ്? കേരളത്തിൻ്റെ ഒരു സാഹചര്യം നമുക്കറിയാലോ. നമുക്ക് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം കോമ്പിനേഷൻ, എനിക്ക് തോന്നുന്നു മറ്റൊരു സ്റ്റേറ്റിലും ഇതുപോലെ ഒരു കോമ്പിനേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഈ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഒരിക്കലും BJPക്ക് മൂന്നാമത്തെ ഒരു മുന്നണിയായിട്ട് ഒരിക്കലും വളരാൻ സാധിക്കില്ല. ഇപ്പോൾ അവരിവിടെ പല സാമുദായിക പാർട്ടിയുമായിട്ട് അലയൻസ് ഉണ്ടാക്കിയെങ്കിലും ഒരിക്കലും അവരെ ആ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂട്ടാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഇത്തവണ പല ഇടങ്ങളിലും അവർ വളരെ പ്രഗത്ഭരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഇത്തവണയും ആ ഒരു വിജയം കൈവരിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ചാലക്കുടിയിലും അതുപോലെ തന്നെ എറണാകുളത്തുമായി 2 മണ്ഡലത്തിലാണ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. ഈ 2 മണ്ഡലത്തിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ UDFനെ കണ്ട് മേൽക്കെയുള്ള 2 സ്ഥലങ്ങളാണ്. അപ്പം ചില രാഷ്ട്രീയ നേതാക്കന്മാർ, ചില UDF നേതാക്കന്മാർ പറയുന്നത് ഇത് നേരിട്ടല്ലെങ്കിൽ പോലും ഇൻഡയറക്ട്ലി അത് LDFനെ സഹായിക്കാൻ വേണ്ടിയുള്ളൊരു നീക്കമാണ് എന്നുള്ളത്. ഇതിൽ എല്ലാവരും ചിന്തിക്കുന്നത് അതാണത്. പക്ഷെ അതിൻ്റെ യാഥാർത്ഥ്യം 2020 മത്സരിച്ച പ്രദേശങ്ങളിലൊക്കെ വളരെ വ്യക്തമാണത്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. 2015 ഞങ്ങൾ ആദ്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. കിഴക്കമ്പലം സിറ്റി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണല്ലോ. അവിടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവരുടെ ലോക്കൽ ഘടകം LC മെമ്പർമാരായിട്ട് 20 പേരെ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ വാർഡിൽ, ടൗൺ വാർഡിൽ 20 LC മെമ്പർമാരുണ്ടായിരുന്നു. അവർക്ക് കിട്ടിയ വോട്ട് എത്രയാണെന്ന് അറിയുമോ? 12 വോട്ടാ. അപ്പോൾ ആ 20 LC മെമ്പർമാരെ വോട്ട് കിട്ടിയില്ല, അവരുടെ ഭാര്യമാരുടെ വോട്ട് കിട്ടിയില്ല, അവരുടെ കുട്ടികളുടെ വോട്ട് കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ പൊതുവേ നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2020 വന്നു കഴിഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ വോട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അത് തികച്ചും തെറ്റാണത്. ഞങ്ങൾ 2020 ഞങ്ങൾ 5 പഞ്ചായത്തുകളിൽ മത്സരിച്ചു. ഇവിടെയൊക്കെ
LDFന് 2 ഡിജിറ്റിൽ നിന്ന് മുകളിലോട്ട് കയറാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അതേസമയത്ത് കോൺഗ്രസ് UDF പിടിച്ചു നിന്നു. അവരെല്ലാവരും 300 വോട്ടും 350 വോട്ടും 400 വോട്ട് വരെ കരസ്ഥമാക്കി. അപ്പം അതൊരു തെറ്റായിട്ടുള്ള, കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ ഈ LDFന്റെ നേതൃനിരയിലുള്ള ആളുകൾ, അതായത് നേതാക്കന്മാർ, ഇതുകൊണ്ട് ഗുണം കൈപ്പറ്റുന്ന ആളുകൾ ഒഴിച്ചു നിർത്തിയാൽ അവരുടെ പ്രവർത്തകർ എല്ലാവരും നിരാശരാണത്. അതിപ്പോൾ നമ്മൾ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ പോയി CIT യൂണിയനിലുള്ള ഒരു ഡ്രൈവറോട് ചോദിച്ചാൽ അറിയാം, അവർ തിരിച്ചാ കുത്തോളൂ തരണം. അവരാർക്കാ കുത്ത? ഭരണത്തിന്റെ പ്രശ്നമാണോ അത്? എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? കാരണം ഇപ്പോൾ 8ാമത്തെ വർഷമായല്ലോ. ഈ 8 വർഷം കൊണ്ട് സാധാരണക്കാരുടെ ജീവിതം, അതായത് പലരും ആത്മഹത്യയുടെ വക്കിലാണ്. നമ്മൾ അറിയാത്ത അത്രമാത്രം പ്രശ്നങ്ങൾ ജനങ്ങളിലുണ്ട്. എല്ലാവരും കടക്കാരായി മാറിയിരിക്കുക. എനിക്ക് തോന്നുന്നത് ഒരു 100 വീടെടുത്തു കഴിഞ്ഞാൽ 80% വീടുകളും കുടുംബങ്ങളും ജപ്തി നടപടി നേരിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കഴിഞ്ഞ 8 വർഷം എന്ന് പറയുമ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള വർഷങ്ങളാണ് കടന്നുപോയത്. അതിൻ്റെ കാരണം 1, 2 പ്രളയത്തെ നമ്മൾ അതിജീവിച്ചു. കോവിഡ് 2 വർഷം. അപ്പോൾ 8 വർഷത്തിൽ 4 വർഷം നമുക്ക് വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത് ലോകം മുഴുവൻ, അല്ല, കേരളത്തിനെ സംബന്ധിച്ച് പിടിച്ചു കുലുക്കിയ സംഭവങ്ങളാണ്. ഈ 4 വർഷം കൊണ്ട് പലരുടെയും അടിത്തറ തന്നെ തകർന്നു പോയി എന്നുള്ളതാണ്. പക്ഷെ ഭരിക്കുന്ന ഗവൺമെൻറ് അവരെ സഹായിക്കാനോ അവരെ ഉയർത്തിക്കൊണ്ടുവരാനോ യാതൊരു വിധത്തിലുള്ള സഹായവും ചെയ്തില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലൊരു പ്രധാന ഫാക്ടർ അപ്പോൾ ഒരു ആൻറ്റി ഇൻകംബൻസി ആയിരിക്കുമോ, അതോ ആൻറ്റി പിണറായി വോട്ടുകളാണോ? എന്താണ് അതിൻ്റെ ഒരു, എങ്ങനെ കാണുന്നതിൻ്റെ ഒരു? 2 രീതിയിലുമുണ്ട്. ആൻറ്റി പിണറായി യാതൊരു സംശയമില്ല. നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചോ, സാധാരണ 2021 തെരഞ്ഞെടുപ്പിൽ ഒരു പിണറായി മയമായിരുന്നു. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും സ്ഥാനാർത്ഥിയേക്കാൾ വലിയ ചിത്രം പിണറായിയുടെ ആയിരുന്നു. ഈ തവണ പിണറായിയുടെ ഒരു ചിത്രം കാണുന്നുണ്ടോ? കാരണം പിണറായിയുടെ ഫോട്ടോ കണ്ടാൽ പോലും ആളുകൾ കാർപ്പിച്ച് തുപ്പുന്ന സാഹചര്യത്തിലേക്ക് വന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. നമ്മുടെ ഒരു സ്ഥാനാർത്ഥിയുടെയും കൂടെ പിണറായി അല്ല ഉയർത്തി കാണിക്കുന്നത്. പിണറായിയുടെ പേര് പറഞ്ഞാൽ, പിണറായിയുടെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിണറായിയെ TV കണ്ടാൽ TV ഓഫ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് കേരളത്തിലെ ജനങ്ങൾ മാറിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു ഫാക്ടർ വർക്ക് ചെയ്യും. അതിനേക്കാളൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങളെ പറ്റി സംസാരിക്കും. നമ്മൾ ഈ പൗരത്വ നിയമത്തെ പറ്റി സംസാരിക്കും, കർഷക നിയമത്തെ പറ്റി സംസാരിക്കും, പല വിഷയങ്ങളെ പറ്റിയും പലരും നിലപാടുകൾ പറയുന്നുണ്ട്. പക്ഷേ സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് ഇതൊന്നുമല്ല അവരുടെ പ്രശ്നം. അവരുടെ പ്രശ്നം ദാരിദ്ര്യമാണ്, വിശപ്പ് തന്നെയാണ്, വിശപ്പാണത്, പട്ടിണിയാണ്. യഥാർത്ഥത്തിൽ 2020 എന്നുള്ള പ്രസ്ഥാനം ആദ്യം ഐഡന്റിഫൈ ചെയ്ത വിഷയം അത് തന്നെയായിരുന്നല്ലോ. അങ്ങനെയാണല്ലോ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റും ഒക്കെ ആരംഭിക്കുന്നത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളൊക്കെ പലതരത്തിൽ നിന്നുണ്ടായി. പക്ഷെ എങ്കിൽ പോലും ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് വലിയ രീതിയിൽ കിഴക്കമ്പലത്ത് ഉള്ള ജനങ്ങളുടെ ദാരിദ്ര്യം കുറയ്ക്കുന്നതിന് വേണ്ടി സഹായിച്ചു തന്നെയാണല്ലോ. അപ്പം ഇത്തരത്തിലുള്ളൊരു മാർക്കറ്റുകൾ മറ്റു പല സ്ഥലങ്ങളിലും വരും എന്നുള്ള പ്രതീക്ഷയിലാണ് കഴിഞ്ഞ പ്രാവശ്യം നിയമസഭാ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇപ്പം ചെല്ലാനത്തായാലും അല്ലെങ്കിൽ വൈപ്പിലായാലും ഒക്കെയുള്ള ആളുകൾ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ ഇത് വിപുലമാക്കുന്നതിനെ കുറിച്ചിട്ട് 2020 എന്തെങ്കിലും രീതിയിലുള്ള ആലോചനകൾ നടത്തിയോ? ഇതിൽ ഈ 2020 എന്ന് പറയുന്നത് ഒരു വെൽഫെയർ പൊളിറ്റിക്സ് ആണ്. മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞങ്ങൾ കാണുന്ന 2 കാര്യം. ഒന്ന്, നമ്മുടെ രാജ്യത്തിൻ്റെ വികസനം. 2, ജനങ്ങളുടെ ക്ഷേമം. ഈ 2 കാര്യവും നമ്മൾ നടപ്പിലാക്കിയാൽ 80% പ്രശ്നങ്ങൾ തീർന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് മറ്റുള്ള മതവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഈ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ കടന്നു വരുന്നത്. അപ്പം ഞങ്ങൾ ആദ്യം മുതൽ തന്നെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് ഫോക്കസ് ആയിരുന്നു. ഇപ്പം നിങ്ങൾ അല്ലെങ്കിൽ പലരും എന്നെ കാണുന്ന വലിയൊരു വ്യവസായിയാണ്, കോർപ്പറേറ്റാണ്, അതൊക്കെ രാഷ്ട്രീയക്കാരുടെ ഭാഷയാണ്. പക്ഷെ ഇവിടുത്തെ ജനങ്ങളെ ചോദിച്ചാൽ അവർ എന്നെ ദൈവമായിട്ട് കാണുന്നവരുണ്ട്. അത്രമാത്രം സ്നേഹത്തോടെ അവർ കാണുന്നത്. ഇപ്പം ഞാൻ പറയുന്നതല്ല, നിങ്ങൾ അവരോട് ഇറങ്ങി ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. അപ്പോൾ അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ നിങ്ങൾ ആരും വിശ്വസിക്കില്ല. ഞാൻ ഈ രാഷ്ട്രീയം തുടങ്ങി 2012 രാഷ്ട്രീയമല്ല, ഞങ്ങൾ ഈ ഓർഗനൈസ് 2020 എന്ന ഒരു സാമൂഹ്യ സംഘടന ഞങ്ങൾ രൂപീകരിച്ചു. ഞാൻ ആദ്യം ചെയ്തത് ജനങ്ങളുടെ പ്രശ്നം എന്താണെന്ന് പഠിക്കുക എന്നുള്ളതാണ്. അന്ന് കിഴക്കമ്പലത്ത് ഏതാണ്ട് 8000-ഓളം വീടുകളുണ്ടായിരുന്നു.
ഈ 8,000 വീട്ടിൽ എനിക്ക് തോന്നുന്ന ഒരു 7,500 വീടുകളിലധികവും ഞാൻ നേരിട്ട് കയറി ആ വീടുകൾ ആരെ കണ്ട് അവരോട് അവരുടെ പ്രശ്നങ്ങളെ പറ്റി ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് കേരളത്തിൽ ഭരിക്കുന്ന മുഖ്യമന്ത്രി ഉൾപ്പെടെ എത്ര നേതാക്കന്മാർ അവരുടെ വാർഡുകളിൽ അല്ലെങ്കിൽ അവരുടെ പഞ്ചായത്തിൽ ഇത് ചെയ്തിട്ടുണ്ടാവും? അപ്പോൾ അടിസ്ഥാന പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ, നാടിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ അധികാരത്തിനും പണത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി മാത്രം അധികാരത്തിലേറുന്നവരുടെ പ്രശ്നം അതാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയ ഏറ്റവും ആദ്യത്തെ കാര്യം ഭക്ഷണമാണ്, വിശപ്പാണത്. അതിൻ്റെ പരിഹാരമാണ് ഞങ്ങൾ ഇവിടെ കണ്ടതും. ഇപ്പോൾ 2020 ഭരിക്കുന്ന 5 പഞ്ചായത്തുകളിലായിട്ട് ഏതാണ്ട് 55,000 കുടുംബങ്ങൾ അതിൻ്റെ ബെനിഫിറ്റ് അനുഭവിക്കുന്നുണ്ട്. ഈ തവണ കാരണം ഒരു പ്രകടന പത്രികയ്ക്ക് വലിയ പ്രസക്തി ഇല്ല അപ്പോൾ, പക്ഷേ ഞങ്ങളൊരു മിനിയേച്ചർ മാനിഫെസ്റ്റോ ഞങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെ 26-ൽ 2020 അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ഈ കേരളത്തിലെ 943 പഞ്ചായത്തുകളിലും ഇതേ മോഡലുള്ള ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കി ജനങ്ങൾക്ക് 3.5 കോടി ജനങ്ങൾക്ക് 50% വരെ വില കുറച്ച് സാധനങ്ങൾ നൽകുമെന്നാണ്. ഇന്ന് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് അത് സാധിക്കും? ആർക്കും പറ്റില്ല. അപ്പോൾ 2020 മാത്രമേ സാധിക്കൂ. അതുപോലെ 20 കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനേക്കാൾ ഒരു പടി കൂടി ഞങ്ങളിപ്പോൾ കിടക്കുകയാണത്. ബുധനാഴ്ച, നാളെ കഴിഞ്ഞ് നമ്മുടെ മെഡിക്കൽ സ്റ്റോർ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യുക. ഇന്ന് ഭക്ഷണം കഴിഞ്ഞാൽ ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മരുന്ന്. നമ്മൾ ഏതൊരു വീടെടുത്തോളൂ, 1000 രൂപയുടെയെങ്കിലും മരുന്ന് സ്ഥിരമായിട്ട് മേടിക്കാത്ത ഒരു വീട് പോലും കാണില്ല. അതുപോലെ നമ്മുടെ ആളുകളെ രോഗികളാക്കി കഴിഞ്ഞിരിക്കുന്നു ഈ സർക്കാർ. ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം നമ്മളെ ഭരിച്ച ഈ പറഞ്ഞ LDFനും UDFനും ഉണ്ട്. കഴിഞ്ഞ 67 വർഷമായിട്ട്. കാരണം അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുന്നില്ല, ഉള്ള ഭക്ഷണത്തിൽ വിഷത്തിൻ്റെ ആധിക്യം. അപ്പം ഇതൊക്കെ കഴിച്ച് രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. അപ്പം 1000 രൂപ മുതൽ 15,000 രൂപ വരെ മരുന്ന് വാങ്ങുന്ന ഒരു മാസം ഞാൻ ഈ പറയുന്നു കുടുംബങ്ങളുണ്ട്. പലരും മരുന്ന് കിട്ടാതെ മരണപ്പെടുന്ന എത്രയോ ആളുകളുണ്ടെന്നറിയോ? അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ്. അതിന് ഞങ്ങൾ പരിഹാരം കണ്ടെത്തിയിരിക്കുക. എന്താ, എങ്ങനെയാണ് അതിൻ്റെ രീതി? എങ്ങനെയായിരിക്കും? ഞങ്ങൾ ഇപ്പോൾ ഏറ്റവും കുറഞ്ഞത് 50% ആണ് ഡിസ്കൗണ്ട്. 80% വരെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഇൻസുലിൻ പോലുള്ള എല്ലാ സാധനങ്ങൾക്കും. അതിൽ ഞങ്ങൾ ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ക്യാൻസറിൻ്റെ മരുന്നുകൾ, ഡയാലിസിസ് നേരിടുന്ന സെന്ററുകൾ ആരംഭിക്കുന്നില്ല. അതിനുവേണ്ടി വരുന്ന മരുന്നുകളൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, 400 രൂപ വരുന്ന മരുന്ന് ഞങ്ങൾ 200 രൂപയ്ക്ക് കൊടുക്കുക. ഇതൊരാഴ്ചയിൽ 2-3 വേണം. എത്ര ഔട്ട്ലെറ്റ് കിഴക്കമ്പലത്ത് മാത്രം ഇപ്പോൾ ഞങ്ങളത് തുടങ്ങുന്നു. അത് ഞങ്ങൾ ഈ പറയുന്ന പ്രകടന പത്രികയിൽ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു മുഖ്യ വാഗ്ദാനമാണ്. 2020 അധികാരത്തിലേറ്റി കഴിഞ്ഞാൽ കേരളത്തിൽ ഈ പറയുന്ന 941 പഞ്ചായത്തുകളും ഇതുപോലെയുള്ള മെഡിക്കൽ സ്റ്റോറുകൾ കൊണ്ടുവന്ന് എല്ലാവർക്കും ഏറ്റവും ചുരുങ്ങിയത് 50%, 80% വരെ ഡിസ്കൗണ്ട് കൊടുക്കും. ഇത് രണ്ടും നമ്മൾ നടപ്പിലാക്കിയാൽ കേരളത്തിലെ ജനങ്ങളുടെ 80% പ്രശ്നം പരിഹരിച്ചു എന്നുള്ളതാണ്. 3 നേരം വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുകയും അവരുടെ ചെലവ് ക്രമാതീതമായി കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ നാച്ചുറലായിട്ട് അടിസ്ഥാന സൗകര്യ വികസനം ഇഷ്ടം പോലെ വരും, മിച്ചം വരും. ഒരു കൺഫ്യൂഷൻ ഉള്ളത് ഈ അത്തരത്തിലുള്ള വെൽഫെയർ മെഷേഴ്സ് നല്ല തന്നെയാണ് കാര്യങ്ങൾ ആളുകൾക്ക്. ഈ മറ്റു മുന്നണികളും 3 പേരും പറയുന്നത് വികസനത്തെക്കുറിച്ചാണ്. ആ വികസനത്തിന്റെ കാര്യത്തിൽ ഏത് തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് പാർട്ടിക്കുള്ളത്? ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ ഈ വ്യവസായങ്ങൾ ഇവിടെ വരാത്തതിൻ്റെ ഒരു കാരണം ഈ പറയുന്ന നമ്മുടെ റോഡും ആക്സസിബിലിറ്റിയും ഒക്കെയാണ്. നമുക്ക് ഇഷ്ടം പോലെ തോടുകളുണ്ട്, പുഴകളുണ്ട്. ഇതൊന്നും നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഭരിക്കുന്ന എല്ലാ പഞ്ചായത്തുകളും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഇതിനോടൊപ്പം നടന്നു പോകുന്നുണ്ട്.
ആദ്യമായിട്ട് ഗ്രാമീണ റോഡുകൾ BMBCയിലേക്ക് കൊണ്ടുവന്നത് ഞങ്ങളാണ്. അതിന് വലിയ എതിർപ്പ് നേരിട്ടല്ലോ. ഞങ്ങൾ കോടതിയിൽ പോയി യുദ്ധം ചെയ്താണ് അത് നേടിയത്. അന്ന് പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന G. സുധാകരൻ പറഞ്ഞത് എന്റെ റോഡാണ്, അത് 2020 സാബുവിനൊന്നും തൊടാൻ പറ്റില്ല എന്ന് പരസ്യ പ്രഖ്യാപനം നടത്തിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ റോഡ് നശിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഒരാൾ റോഡ് നശിപ്പിക്കുകയാണ്. അന്ന് തർക്കം എന്തായിരുന്നറിയും? ആ റോഡ് ഈ കിഴക്കമ്പലത്തെ അല്ലെങ്കിൽ എറണാകുളത്തെ പെരുമ്പാവൂർ സിറ്റി അല്ലെങ്കിൽ ഹൈറേഞ്ചുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് കിഴക്കമ്പലത്ത് കൂടി കടന്നു പോകുന്നത്. ഒരുപാട് വളവുകളും തിരിവുകളും, വളരെ നാരോ റോഡ്. മൊത്തം റോഡിന്റെ വീതി തന്നെ പല സ്ഥലത്ത് 6 മീറ്റർ ഉണ്ടായിരുന്നു. ടാറിംഗ് വീതി 3 മീറ്റർ മുതൽ 5 മീറ്റർ വരെ ഉണ്ടായിരുന്നു. ആ റോഡിനെ ഇരുവശത്തുള്ള ആളുകളുമായിട്ട് ഞങ്ങൾ സഹകരിച്ച് അവരെല്ലാം 12 മീറ്റർ വീതിയാക്കി. അപ്പോൾ 12 മീറ്റർ വീതിയാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്പോൾ 7 മീറ്റർ ആക്കിയെങ്കിലും ചുരുങ്ങിയത് 2 വാഹനങ്ങൾ സുഖമായിട്ട് കടന്നു പോകണം. അപ്പോൾ PWD പറഞ്ഞു പറ്റില്ല, 5 മീറ്റർ ഇട്ട് അറിയാൻ പറ്റുള്ളൂ, അതിൽ കൂടുതൽ പറ്റില്ല, അനുവദിച്ചില്ല. അങ്ങനെയാണ് ഞങ്ങൾ കോടതിയെ സമീപിച്ചത്. കോടതി പറഞ്ഞു നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട്, 7 മീറ്റർ ആവുന്ന നല്ലതല്ലേ, അതിന് സർക്കാരിന് അധിക ചെലവും വരുന്നില്ല, പിന്നെന്താ കുഴപ്പം എന്ന് പറഞ്ഞ് കോടതി അനുവാദം തന്നു. അതിനുശേഷം അവർ സമ്മതിക്കാതെ വന്നപ്പോൾ കോടതിയിൽ നിന്ന് തന്നെ ഒരു കമ്മീഷനെ അതിനെ നിയോഗിച്ച് ആ കമ്മീഷന്റെ മേൽനോട്ടത്തിലാണ് റോഡ് പൂർത്തിയാക്കിയത്. അപ്പൊ ഒന്ന് ആലോചിച്ച് പോകും, നമ്മുടെ ഈ രാഷ്ട്രീയക്കാരെയൊക്കെ അവരേത് രീതിയിൽ ചിന്തിക്കുന്നു. ഈ നാട് നശിച്ചു പോകുന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. അല്ല, അതിൻ്റെ ഒരു പ്രശ്നം നടന്ന് വളരെ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കുറേക്കാലം നീണ്ടു നിൽക്കുന്ന റോഡായിരുന്നു ചെയ്യാൻ ഉദ്ദേശിച്ചത്. സ്വാഭാവികമായിട്ടും കരാറുകാരൊക്കെ ആയിട്ടുള്ള രാഷ്ട്രീയക്കാരൊക്കെ ആയിട്ടുള്ള ഈ ബന്ധത്തിൽ അവർക്ക് വരുന്ന വലിയ നഷ്ടം വരുന്നുണ്ട്. ഈ കാര്യത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ജനങ്ങൾ അറിയാത്തൊരു കാര്യമുണ്ട്. ഞങ്ങൾ ഈ പഞ്ചായത്ത് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ എല്ലാ മാലകളിലേക്ക് ഞങ്ങൾ ഇറങ്ങിച്ചിൽ പഠിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്ന് ഞങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കിയത്, ഈ നിയമങ്ങൾ മുഴുവൻ ഏതോ ഉദ്യോഗസ്ഥന്മാർ വലിയ റിസർച്ച് നടത്തി, അതായത് അഴിമതി എങ്ങനെ നടത്താം എന്ന് റിസർച്ച് നടത്തിയാണ് നിയമങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നിയമങ്ങൾ മുഴുവൻ അഴിമതി നടത്തത്തക്ക രീതിയിലാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. ആ ഒരു സംവിധാനത്തിലാണ് നമ്മളെല്ലാം ഇന്ന് ജീവിക്കുന്നതെന്നുള്ളതാണത്. അതിനെയൊക്കെ മാറ്റി ഞങ്ങൾ അതിനെ അതിജീവിച്ചാണ് ഞങ്ങൾ ഇവിടെ ഭരണം നടത്തിയത്, മറ്റു പഞ്ചായത്തുകൾ പിടിച്ചത്. ഇപ്പൊ ഇടനിലക്കാരാണല്ലോ യഥാർത്ഥത്തിൽ എല്ലാ കാലത്തും കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ ഈ കിഴക്കമ്പലം പഞ്ചായത്ത് 2020 പിടിച്ചപ്പോൾ പല ഇടനിലക്കാർക്കും ജോലിയില്ലാതായി എന്നുള്ളതാണോ യഥാർത്ഥ വിഷയം? ഇടനിലക്കാർക്ക് മാത്രമല്ല, ഇതിൽ 3 വിഭാഗങ്ങളാണ് പൈസ ഉണ്ടാക്കുന്നത്. നമ്മുടെ അതായത് പൊതുജനങ്ങളുടെ പണം കൊള്ളയടിക്കുന്ന 3 വിഭാഗങ്ങളാണ്. 1 കോൺട്രാക്ടർമാർ, 2 ഉദ്യോഗസ്ഥന്മാർ, 3 രാഷ്ട്രീയക്കാർ. ഇവർ 3 പേരും കൂടിയിട്ട് ഏതാണ്ട് 60% മുതൽ 70% വരെ അടിച്ചു മാറ്റും. ഇപ്പൊ ബാക്കി 30% റോഡിലോ അല്ലെങ്കിൽ ഒരു കെട്ടിടത്തിലോ ഉണ്ടാകുന്നത്. അപ്പൊ ആ 30% മുടക്കുമ്പോൾ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഒരു മഴ പെയ്യുമ്പോൾ ഒഴുകിപ്പോവും. കാരണം അതിൽ ടാറില്ല, മെറ്റലില്ല, പിന്നെ എങ്ങനെയാ നിൽക്കുക? അപ്പൊ വീണ്ടും നമ്മൾ പണം അനുവദിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് ഇവരൊക്കെ ഇതിനെ എതിർക്കുന്നത്. നല്ല റോഡുകൾ ഉണ്ടാവാൻ പാടില്ല, കെട്ടിടങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അതിനേക്കാളൊക്കെ ഉപരി രാഷ്ട്രീയത്തിന്റെ വേറൊരു രഹസ്യം എന്താണെന്നറിയോ? ഒരിക്കലും ഇവിടുത്തെ ജനങ്ങള് ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടരുത്. ഈ ദാരിദ്ര്യമാണ് രാഷ്ട്രീയക്കാരുടെ മുതലെടുപ്പ്. ആ ദാരിദ്ര്യത്തിലാണ് അവർ വോട്ട് പിടിക്കുന്നത്. ഈ ഒരു കിറ്റ് കൊടുക്കുമ്പോഴത്തേക്ക് ഇവർ ചാടി വീഴുന്നത് എന്തുകൊണ്ടാ? ദാരിദ്ര്യമാണത്. അപ്പൊ ജനങ്ങൾ നന്നായാൽ രാഷ്ട്രീയക്കാർക്ക് നന്നാകാൻ പറ്റില്ല. അപ്പോൾ ജനങ്ങൾ നന്നാവാൻ ഒരിക്കലും ഇവർ അനുവദിക്കില്ല. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ട്രോള് വരുന്നുണ്ട്, അംബാനി വലിയ പണക്കാരനാണെന്ന്, അദ്ദേഹത്തെ എതിർക്കേണ്ടവനാണോ എന്ന് പറഞ്ഞു. അംബാനി നിരന്തരമായി ബിസിനസ് ചെയ്തിട്ടാണ് ഈ നിലയിലേക്ക് എത്തുന്നത്. പക്ഷെ നിങ്ങളുടെ നേതാവ് എന്ത് ബിസിനസ് ചെയ്തിട്ടാണ് ഇത്രയും കോടീശ്വരനായെന്ന് ആരും ഒരണികൾ പോലും ചോദിക്കുന്നില്ല എന്നുള്ളത് യഥാർത്ഥത്തിൽ അതിനുകൂടിയുള്ള ഒരു ഉത്തരമായിരുന്നല്ലോ 2020 ഇവിടെ നൽകിയത്. സംശയമില്ല. ഇപ്പം നമ്മളെ ഭരിക്കുന്ന മുഖ്യമന്ത്രി ആയിക്കോട്ടെ, മന്ത്രിമാരായിക്കോട്ടെ, ഈവൻ കുന്നത്തുനാടിൻ്റെ MLA തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് പുള്ളി മത്സരിക്കുമ്പോൾ ലക്ഷങ്ങളുണ്ടായിരുന്നത് 16 or 18 കോടി, കൃത്യമായിട്ട് നോക്കില്ല. ഈ പണം അവിടെ നിന്ന് വന്നു.
അപ്പോൾ ഇതൊന്നും ഓഡിറ്റ് ചെയ്യപ്പെടുന്നില്ല. ഇതൊന്നിനെയും പറ്റി ഈ പറഞ്ഞ NIA-യും അല്ലെങ്കിൽ CBI-യും ആരും അന്വേഷിക്കുന്നില്ല. അതിൻ്റെ ഒരു കാരണം എന്താണെന്നറിയോ? ആരാണ് അന്വേഷിക്കേണ്ടത്? ഒന്നല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്. അപ്പോൾ ഇവർ ഈ രാഷ്ട്രീയക്കാരെല്ലാവരും ഒരു യൂണിയനാണ്, ഒരമ്മ പെറ്റ മക്കളാണ്. ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരനെതിരെ ഒരു അന്വേഷണമോ അവർ നേരെ ഒരു നടപടിയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ ഒരിക്കലും അനുവദിക്കില്ല. അപ്പോൾ ഒരു പരസ്പര ധാരണയിൽ കൂടിയാണ് ഇവരൊക്കെ പോകുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അഴിമതികളും ധൂർത്തും ഒക്കെ ഇങ്ങനെ ഓരോ ദിവസവും കൂടി വരുന്നത്. എവിടെയാണ് 2020 ഈ ഒരു വിജയ പ്രതീക്ഷ ഏത് തരത്തിലാണ് നിലനിർത്തുന്നത്? അതിലിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സമുദായ വോട്ടിനെ കുറിച്ച് പറഞ്ഞു നമ്മൾ. പക്ഷേ 2020 2 സ്ഥാനാർത്ഥികളും ഈ മണ്ഡലത്തിലെ മുഖ്യ സമുദായങ്ങളെ നേതൃത്വം എടുക്കാവുന്ന രീതിയിലുള്ള സമുദായ അംഗങ്ങളാണ്. അപ്പോൾ ഇതിനൊക്കെ ഏത് തരത്തിലാണ് വീക്ഷിക്കുന്നത്? പാർട്ടി ഈ സമുദായങ്ങളെ, മത രാഷ്ട്രീയത്തെ, സമുദായ രാഷ്ട്രീയത്തെ ഒക്കെ എങ്ങനെയാണ് കാണുന്നത്? ഇതിൽ 2 കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. ഒന്ന്, 2020 എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരിക്കലും മതത്തെ രാഷ്ട്രീയത്തിയിട്ട് കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഒരിക്കലും അത് കൊണ്ടുവന്നിട്ടുമില്ല. ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും വർഗീയതയില്ല, മതേതരത്വം നടപ്പിലാക്കണമെന്നൊക്കെ പറയെങ്കിലും പ്രസംഗിക്കുമെങ്കിലും പഞ്ചായത്തിൽ പോലും സ്ഥാനാർത്ഥി നിർത്തുന്നത് അത് നോക്കിയിട്ടാണ്. മാത്രമല്ല ഇവരൊക്കെ രഹസ്യമായിട്ട് ഇവരുടെ അന്തപുരത്തിൽ ഇനിയിപ്പോൾ നോക്കിക്കോളൂ, ഇവരുടെയൊക്കെ ഓരോ മത നേതാക്കന്മാരുടെയും പടിക്ക് ഒരു ക്യാമറ വെച്ചാൽ ഒരു ദിവസം കോൺഗ്രസ്സുകാർ വരും, ഒരു ദിവസം കമ്മ്യൂണിസ്റ്റുകാർ വരും, പിന്നെ BJP-ക്കാർ വരും. ഇവരെല്ലാം ഇവരുടെ അന്തപുരത്ത് കയറി ഇറങ്ങുന്നവരാണ്. അപ്പം അവരുടെ പ്രസംഗത്തിൽ മാത്രമേ ഉള്ളൂ, പ്രവൃത്തിയിലില്ല. പക്ഷെ അത് പ്രവൃത്തിയിൽ കൂടി നടപ്പിലാക്കിയിരിക്കുന്ന ഒരേ ഒരു പാർട്ടി 2020 ഉള്ളൂ. കാരണം ഞങ്ങൾ ഒരിക്കലും മതത്തിൻ്റെ വഴിക്ക് ആത്മീയതയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളതാണ്. അപ്പോൾ ഒരിക്കലും മതത്തെ രാഷ്ട്രീയത്തിയിട്ട് കൊണ്ടുവരുന്നതും രാഷ്ട്രീയം മതമായിട്ട് കൂട്ടിയിണക്കുന്നതിനോട് യാതൊരു യോജിപ്പും ഞങ്ങളുടെ പാർട്ടിക്കില്ല. ഈ 2 സ്ഥാനാർത്ഥികളെ ഞങ്ങൾ ഒരിക്കലും അവരുടെ മതം എന്താണ്, അവരുടെ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാണെന്ന് നോക്കിയിട്ടല്ല. ഞങ്ങളിപ്പോൾ നമ്മളെ സംബന്ധിച്ച് എറണാകുളം കൂടാതെ തൃശ്ശൂർ, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം എല്ലാ സ്ഥലത്തും നമ്മുടെ സംഘടന വളരെ ശക്തിപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ 5 സ്ഥലത്ത് സ്ഥാനാർത്ഥിയെ നിർത്തണമെന്ന് വിചാരിച്ചിരുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ എല്ലാവരും മത്സരിക്കാൻ തീരുമാനിക്കുന്നു. പിന്നെ സ്ഥാനാർത്ഥികൾ ഒരു പഞ്ഞമില്ലല്ലോ, കാരണം മത്സരിക്കുകയാണ്. എറണാകുളത്ത് തന്നെ BJP-ക്ക് 6 പേരാണ് മത്സരിക്കുന്നതെന്നാണ് പറഞ്ഞത് സ്ഥാനാർത്ഥിയാവാനായിട്ട്. കാരണം ഈ പല സ്ഥാനാർത്ഥികളും മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടില്ല, അത് വലിയൊരു ബിസിനസ്സാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJP-യിലൊക്കെ നിന്ന് മത്സരിച്ച് കഴിഞ്ഞാൽ ഒരു 2 കോടി രൂപയൊക്കെ നമുക്കുണ്ടാക്കാം. ബാക്കി ഞാൻ പറഞ്ഞു, ചെലവ് കഴിഞ്ഞിട്ട്. അപ്പോൾ അതിനുള്ള പണം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഉപാധിയായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മത്സരത്തിന് സ്ഥാനാർത്ഥികൾക്ക് ഒരു പഞ്ഞവുമില്ല. അപ്പോൾ അവർ മത്സരിക്കാൻ തീരുമാനിക്കുന്നു, സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നു. ഞങ്ങൾ നേരെ തിരിച്ചാ. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ യോഗ്യതയുള്ള ആളുകളെ കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ ആ പ്രദേശങ്ങൾ മത്സരിപ്പിക്കുകയുള്ളൂ. എന്താ ഒരു സെലക്ഷൻ പ്രോസസ് അല്ല? അതിൽ പല മാനദണ്ഡങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, നമുക്ക് ഈ ചെറുപ്പക്കാരെ കൂടുതൽ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് അവകാശപ്പെടണമെങ്കിലും എല്ലാവരും തന്നെ 65-നും 70-നും മേലെയുള്ള അപ്പൊ വമ്പന്മാരെ നിർത്തിക്കൊണ്ടാണ്. അല്ല, വമ്പന്മാരെല്ലാം 70-ന് മേലെയുള്ളവരായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയ തലമുറയ്ക്ക്, എല്ലാവരും ഇല്ലെങ്കിലും നല്ലൊരു 80% പുതിയ തലമുറയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ ക്വാളിഫിക്കേഷൻ വലിയ ഇമ്പോർട്ടൻ്റ്. അതിപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയല്ലേ? എല്ലാം ഗ്രാജുവേറ്റഡാണ്. ഗ്രാജുവേഷൻ ഇല്ലാത്ത ആരുമില്ല. അഡ്വക്കേറ്റ്മാർ 2-3 പേരുണ്ട്. അപ്പം ഞങ്ങൾ നോക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ പല ആളുകൾ ഇവിടുന്ന് തിരഞ്ഞെടുത്ത് പോയിട്ട് മലയാളം പോലും സംസാരിക്കില്ലാത്ത ആളുകളാണ് ഡൽഹി പോയിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് സംസാരിക്കാൻ സാധിക്കണം, കേരളത്തിൻ്റെ ആവശ്യങ്ങൾ അവിടെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ സാധിക്കണം, നേടാൻ സാധിക്കണം. അവതരിപ്പിച്ചിട്ട് മാത്രം കാര്യമില്ല,
ഇപ്പം പലപ്പോഴും കാണുന്നത് ഇവരൊക്കെ അവിടെ പോയിരുന്ന് സംസാരിക്കുന്നു, അത് റെക്കോർഡ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടി അവർ പ്രസിദ്ധപ്പെടുത്തുന്നു. പക്ഷെ അതിൻ്റെ റിസൾട്ട് എന്തുണ്ടായി എന്നുള്ളത് ഒരിക്കലും ചോദിക്കുന്നുമില്ല, അവരൊട്ട് പറയുന്നുമില്ല, ഒരു റിസൾട്ടും ഉണ്ടായിട്ടുമില്ല. അപ്പം ഞങ്ങൾ ബേസിക്കായിട്ട് 2 കാര്യങ്ങൾ: വിദ്യാഭ്യാസം ഉള്ള ആളുകൾ വരിക, 2 യുവാക്കൾക്ക് സാന്നിധ്യം കൊടുക്കുക, 3ാമതായിട്ട് സ്ത്രീകൾക്ക്. ഇപ്പോൾ ഈ തവണ പാർലമെൻറ്റിൽ ഒരു നിയമം പാസ്സാക്കിയില്ല, 50% സ്ത്രീകൾക്ക് റിസർവേഷൻ കൊടുക്കണമെന്ന്. എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അവർ നടപ്പിലാക്കിയില്ല? ഇനി 29 വരുന്ന തെരഞ്ഞെടുപ്പിലും നടപ്പിലാക്കുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? പറയാൻ വേണ്ടി മാത്രമുള്ള നിയമമാണ്. അപ്പം ഇതൊക്കെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പാണ്, ആത്മാർത്ഥതയില്ല അതിൽ. പക്ഷെ ഞങ്ങൾ മത്സരിച്ച പഞ്ചായത്തുകൾ 80% സ്ത്രീകളാണ്. ഇന്നത്തെ മെമ്പർമാരിൽ 4 പഞ്ചായത്തിലെ പ്രസിഡന്റുമാർ സ്ത്രീകളാണത്. ഒരു ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റും സ്ത്രീയാണത്. അത് മാൻഡേറ്ററി അല്ലാതെ തന്നെ. മാൻഡേറ്ററി അല്ല, ജനറൽ സീറ്റിൽ തന്നെ ജനറൽ സീറ്റിൽ ഒരെണ്ണം മാത്രമാണ് റിസർവേഷൻ ഉള്ളൂ. ബാക്കിയുള്ള 4 ഞങ്ങൾ സ്ത്രീ പ്രസിഡന്റ്മാരെയാണ് കൊടുത്തിരിക്കുന്നത്. 80% മെമ്പർമാർ സ്ത്രീകളാണത്. അപ്പം ഞങ്ങൾ ഈ 2020 പറയുന്ന കാര്യങ്ങളെല്ലാം നടപ്പിലാക്കി, പ്രാവർത്തികമായി നടപ്പിലാക്കി തെളിയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് പറയുന്നത്. ഇപ്പം ഞങ്ങളുടെ മാനിഫെസ്റ്റോയിൽ ഭക്ഷ്യസുരക്ഷ നടപ്പിലാക്കും. ഇത് ശൂന്യതയിൽ നിന്ന് പറയുന്നതല്ല, കൃത്യമായി പ്രൊജക്റ്റ് ഉണ്ടാക്കി തന്നെ പറയാം. ഞങ്ങൾ നടപ്പിലാക്കി ബോധ്യപ്പെടുത്തിയിട്ടാണ് അത് ഞങ്ങൾ ജനങ്ങളിലേക്ക് വരുന്നത്. ഇപ്പോൾ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നമുക്കറിയാം, 1 മണിക്കൂർ കൊണ്ട് 95 ലക്ഷം ജനങ്ങളുടെ ജീവൻ അപഹരിക്കാവുന്ന ഒരു വാട്ടർ ബോംബായി വാട്ടർ ബോംബാണത്. എന്തുകൊണ്ടാണ് ഈ LDF UDF അല്ലെങ്കിൽ NDA ഇതിനൊരു അവരുടെ മാനിഫെസ്റ്റോയിൽ ഞങ്ങൾ ജയിച്ചാൽ ഇതിനൊരു നടപടി എടുക്കാം അല്ലെങ്കിൽ തീരുമാനമുണ്ടാക്കാം? അവർ ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഇത് വലിയൊരു ബിസിനസ്സാണ്. വെള്ളം വിറ്റും. നമ്മൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ, ഈ DMKയുടെ ഒരു സംഭാവന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വന്നിട്ടുണ്ട്. എന്തിനാ ഒരു രാഷ്ട്രീയ പാർട്ടി വേറൊരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന കൊടുക്കുന്നത്? അത് നമ്മൾ റെക്കോർഡിൽ കണ്ടതാണ്. ഇത് കൂടാതെ നമ്മുടെ കേരളത്തിലുള്ള പല നേതാക്കന്മാർക്കും തേനി കമ്പത്തൊക്കെ ഭൂമി ഇഷ്ടം പോലെ കിട്ടിയിരിക്കുക. അപ്പോൾ ഈ 95 ലക്ഷം ജനങ്ങളുടെ ജീവൻ വെച്ച് ഇവർ വില പേശിക്കൊണ്ടിരിക്കുക, ഇവർ പൈസ ഉണ്ടാക്കുക. ഇപ്പുറത്തെ പ്രസംഗം അതാണല്ലോ ജനങ്ങളെ വിഡ്ഢിയാക്കുന്നതെന്ന് പറയുന്നത്. ഈ നമ്മളിപ്പം 2020 എന്തായാലും കുറച്ചും കൂടി ഇടങ്ങളിലേക്ക് കയറുന്നു, മറ്റ് ജില്ലകളിലേക്കും കൂടി വ്യാപിക്കുന്നു എന്ന് പറഞ്ഞു. ഇതേ സമയത്ത് തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നിയമസഭാ ഇലക്ഷനിൽ 2020 1-2 സ്ഥലങ്ങൾ ഒഴികെ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥി നിർത്തുന്നു. ഈ കൊച്ചിയിലും അതുപോലെ തന്നെ വൈപ്പിനിലൊക്കെ വളരെ ശക്തമായ ഒരു മുന്നേറ്റമൊക്കെ നടത്തി കഴിഞ്ഞു. ഈ കുന്നത്തുനാടിൽ യഥാർത്ഥത്തിൽ ഈ ശ്രീനിജൻ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി വിജയിക്കാൻ കാരണമായത് വോട്ട് സ്പ്ലിറ്റായി പോയതുകൊണ്ടാണ് എന്ന് പറയുന്നു. പിന്നീട് ഇതേ ശ്രീനിജൻ തന്നെ 2020 വലിയ ശത്രുവായി മാറുകയും പിന്നെ നിരന്തരമായി നമ്മൾ കണ്ടിരിക്കുന്ന ഈ 3 വർഷക്കാലമായി അദ്ദേഹവും 2020 തമ്മിലുള്ള മത്സരമാണ്. യഥാർത്ഥം ഇത്തരത്തിലൊരു വിഷയം കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യം. ഇതിൽ ഈ 2021 ഞങ്ങൾ 8 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഞങ്ങൾ മത്സരിച്ചത്. ആ മത്സരിക്കുന്ന സമയത്ത് 2020 എന്ന് പറയുന്ന പാർട്ടി 100% കിഴക്കമ്പലത്തെ സംഘടനാ സംവിധാനം ഉണ്ടായിരുന്നു. മറ്റ് 4 പഞ്ചായത്തുകൾ ഞങ്ങൾ വിജയിച്ചു എങ്കിലും അവിടെ സംഘടനാ സംവിധാനം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ കുന്നത്തുനാട് നിയോജക മണ്ഡലം എന്ന് പറയുന്ന 8 പഞ്ചായത്തുകളാണ്. അതിൽ 4 പഞ്ചായത്തുകൾ ഇപ്പോൾ ഞങ്ങൾ ഭരിക്കുന്നു. 4 പഞ്ചായത്തുകളിൽ ഞങ്ങൾക്ക് ഒരു മെമ്പർഷിപ്പ് പോലും ഉണ്ടായിരുന്നില്ല. അന്ന് ആ സാഹചര്യത്തിലാണ് മത്സരം നടക്കുന്നത്. അപ്പം ഞങ്ങൾ 8 നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ ഞങ്ങൾക്കൊരു ഓവർ കോൺഫിഡൻസ് ആയിപ്പോയി. കുന്നത്തുനാട് നമ്മുടെ സ്വന്തം, ഞങ്ങൾ ജയിക്കും. മാധ്യമങ്ങളായിക്കോട്ടെ, സർവേ ആയിക്കോട്ടെ, ഈവൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലിസ്റ്റിൽ പോലും 2020 ആണ് ജയിക്കുക എന്നുള്ളത്. 69% വോട്ട് ഷെയർ ഉള്ള ഒരു സ്ഥലം കൂടിയാണ്. അതെ അതെ. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഒന്ന് ഞങ്ങളുടെ ശ്രദ്ധക്കുറവ്, ഞങ്ങളുടെ മുഴുവൻ റിസോഴ്സസും ഞങ്ങൾ ഈ മറ്റ് 7 സ്ഥലത്തേക്കും കോൺസെൻട്രേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഒരു പെശക് പറ്റിയത്. ഇത് ഷുവർ സീറ്റാണ്. അവ ആരും ഇവിടെ പ്രവർത്തിക്കാനായിട്ടുണ്ടായില്ല എന്നുള്ളതാണ്. 2, ഈ ഇദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വന്ന ഒരാളാണ്. പകുതി കോൺഗ്രസും നമുക്ക് പറയാൻ പറ്റില്ല, പകുതിയാണോ മുക്കാലാണോ കോൺഗ്രസ് ഇപ്പോഴും.
അപ്പോൾ അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെയും ചില കച്ചവടങ്ങളൊക്കെ നടന്നു അവിടെ ലാസ്റ്റ് മിനിറ്റ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹം ജയിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം ഇത് ഇത്തവണ ജയിച്ചത് ഏത് സാഹചര്യത്തിലാണെന്നും ഇനി ഒരു ഇലക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതേ അബദ്ധം 2020 പറ്റില്ല എന്നുള്ളതും. അതിപ്പോൾ നമ്മുടെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് വ്യക്തമാവും അത്. കാരണം ഇനി രണ്ട് മുന്നണികൾ കൂടി ഒന്നിച്ചു നിന്നാലും ഞങ്ങൾ വിജയിക്കുന്ന സാഹചര്യത്തിലേക്ക് കുന്നത്തുനാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് 8 പഞ്ചായത്തുകളിലും ഞങ്ങൾക്ക് മുഴുവൻ കമ്മിറ്റികളുണ്ട്. അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 8 പഞ്ചായത്തുകളും ഞങ്ങൾ ഭരിക്കും. ആ സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ആ അപകടം പുള്ളി അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ നിരന്തരമായിട്ട് ആക്രമിക്കാൻ തുടങ്ങിയത്. കാരണം അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേക്കും 2020 എന്ന പറയുന്ന പാർട്ടി ഉണ്ടാകരുത്. അതുണ്ടാകാതിരിക്കണമെങ്കിൽ എന്നെ ഇല്ലാതെയാക്കണം, എൻ്റെ സോഴ്സസ്, അതായത് കമ്പനികളിൽ നിന്ന് കിട്ടുന്ന സാമ്പത്തികമായിട്ടുള്ള ഇത് ഇല്ലാതെയാക്കണം. അതുകൊണ്ടാണ് പുള്ളി ഈ സ്ഥാപനങ്ങളൊക്കെ കയറി റെയ്ഡ് ചെയ്ത് അതിനെ നശിപ്പിക്കാനായിട്ട് നോക്കിയത്. അപ്പോൾ സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്യുമ്പോൾ പൊതുവെ ഒരു ധാരണയുണ്ട്. ഇവിടെ പൊതുവെ ആദ്യം മുതൽ പറയുന്നുണ്ട് ഞങ്ങൾ എല്ലാ നിയമങ്ങളും ലംഘിച്ച് ആണ് ഇവിടെ നടത്തുന്നതെന്ന്. അതുപോലെ തന്നെ മാലിന്യം പുറത്തേക്ക് വിടുന്നു എന്നുള്ള ആരോപണം PT തോമസിനെ വെല്ലുവിളിച്ചു കൊടുക്കുന്നുണ്ട്. നഷ്ടപരിഹാരം ചോദിച്ചാണത്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായിരിക്കുമ്പോൾ ഇവിടെ റെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പിടിക്കാം, ജയിലിലിടാം എന്ന് വിചാരിച്ചാണ് പുള്ളി ചെയ്തത്. പക്ഷേ ഒരു ചെറിയ മൈനർ മിസ്റ്റേക്ക് പോലും കണ്ടുപിടിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയൊരു ഗുണമുണ്ടായി. ഇതുവരെ ഈ മാലിന്യം നിയമവിരുദ്ധമായിട്ട് നടത്തുന്നു, പ്രവർത്തിക്കുന്നു, എന്തോ നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ആ ലേബല് മുഴുവനായിട്ട് മാറ്റിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണത്. ഇന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ മാലിന്യവുമില്ല, ഒരു നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനവുമില്ല, ഞങ്ങളുടെ രാഷ്ട്രീയവും ഈ ബിസിനസ്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഞങ്ങൾ അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നില്ല എന്നുള്ളത് വ്യക്തമാക്കി കൊടുത്തു പുള്ളി. താങ്കളുടെ പിതാവ് തൊട്ട് വലിയ ബന്ധം സൂക്ഷിക്കുന്ന പിണറായി വിജയനായിട്ടോ അല്ലെങ്കിൽ പാർട്ടിയായിട്ടൊക്കെ വലിയ ബന്ധം സൂക്ഷിക്കുന്നു. ആ ബന്ധം ഇങ്ങോട്ട് തുടരുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലൊരു ബന്ധം നിലനിൽക്കെ തന്നെയാണ് ശ്രീനിജൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ശത്രുതാ മനോഭാവമൊക്കെയും നിരന്തരമായി റെയ്ഡ് നടത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ സ്വാധീനിക്കാനുള്ള അത്രയും ശക്തനാണോ ഈ ശ്രീനിജൻ? ഞാൻ എന്നോട് ആഡ് ചെയ്ത ഒരു ചോദ്യം കൂടെ ഒരുമിച്ച് ഉത്തരം പറയാവുന്ന രീതിയിൽ പറയാൻ വേണ്ടി, യഥാർത്ഥത്തിൽ ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഇലക്ഷൻ ഫ്രെയിമിലെ ഏറ്റവും വലിയ ചർച്ച മുഖ്യശത്രു ആരാണെന്നത്. 2020 മുഖ്യശത്രു ആരാണ് യഥാർത്ഥത്തിൽ? ഇതില് ഈ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ശ്രീനിജൻ മാത്രമാണ് ഞങ്ങളുടെ ഈ റെയ്ഡില് ഒക്കെ പങ്കാളികൾ. കാരണം ഈ ശ്രീനിജനെ കൂടാതെ നമ്മുടെ വ്യവസായ മന്ത്രി, ജില്ലാ നേതൃത്വം, ഇത് അപ്പോൾ ജില്ലാ നേതൃത്വം എന്ന് പറയുമ്പോൾ പാർട്ടി മൊത്തത്തിലായി. വ്യവസായ മന്ത്രി എത്രത്തോളം ശക്തനാണെന്ന് നമുക്കറിയാം. അപ്പോൾ ശ്രീനിജൻ MLA, വ്യവസായ മന്ത്രി, ജില്ലാ കമ്മിറ്റി, മൗന അനുവാദം മുഖ്യമന്ത്രിയുടെ. അപ്പോൾ ഇത് ശ്രീനിജന്റെ മാത്രം ഒരു ഓപ്പറേഷൻ അല്ല. അപ്പം നമ്മൾ വിചാരിക്കും എന്താണ് ശ്രീനിജൻ ഇത്രയും സ്വാധീനം ചെലുത്താൻ പറ്റും? സ്വാധീനമുണ്ട്. അത് പരസ്യമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, അതെല്ലാവർക്കും അറിയാം. എങ്ങനെ ശ്രീനിജന് സീറ്റ് കിട്ടി? ഒരു കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഒരാൾ മാമോദിസ മുങ്ങി 6 മാസത്തിനുള്ളിൽ ഇതുപോലെ ഒരു സീറ്റ് എങ്ങനെ ലഭിച്ചു? അതിലൊക്കെ ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അതിനെപ്പറ്റിയൊക്കെ പരസ്യമായിട്ട് വിമർശിച്ചതാ. അപ്പം അതിൻ്റെയൊക്കെ വിരോധം അവർക്കുണ്ട്. കാരണം അവരുടെ പല കള്ളക്കളികളും പുറത്തായതിൻ്റെ വിരോധമുണ്ടത്. പിന്നെ ഇതിനകത്ത് ഞാൻ എൻ്റെ 2005 മുതലാണ് എൻ്റെ കുടുംബമായിട്ട് ഈ മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള അടുപ്പം. അദ്ദേഹം ചികിത്സയ്ക്ക് വന്നു, അങ്ങനെയാണ് അത് പരിചയപ്പെട്ടത്. ഇവിടെ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടത്, 2016 അദ്ദേഹം അധികാരത്തിലേറുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി പല യാത്രകളിലും പോയിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം 5 വർഷക്കാലം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അമേരിക്ക യാത്ര വരെ ഒരുമിച്ച് പോയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാട് നന്നാകണമെന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ തെലങ്കാനയിലേക്ക് പോകാം, വേറെ ഒരു സംസ്ഥാനത്തേക്കും പോകാം, ഇന്ത്യ വിട്ട് അമേരിക്കയിലോ UK എവിടെ വേണമെങ്കിലും പോയി വ്യവസായം ചെയ്യാം, ഞങ്ങൾക്ക് ജീവിക്കാം.
പക്ഷേ ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് എവിടെ പോകാൻ പറ്റും? അപ്പം ഈ നാടിനെ ഒന്ന് രക്ഷപ്പെടുത്തണം. അപ്പം എല്ലാവരും പറഞ്ഞു ഇയാൾക്ക് ഇരട്ടച്ചങ്കാണെന്ന്. അപ്പം ഞാനത് കേട്ട് ഞാൻ നോക്കിയപ്പോൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരു ദൗത്യം ഇദ്ദേഹത്തിൽ കൂടി നമുക്ക് നടപ്പിലാക്കാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ആശയങ്ങളുണ്ട് ഈ കാര്യത്തിൽ. അത് നടപ്പിലാക്കാൻ പറ്റും. കാരണം ഞാൻ ഈ കഴിഞ്ഞ 2012 മുതൽ ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ച് യഥാർത്ഥത്തിൽ ഒരു നാട് നേരിടുന്ന പ്രശ്നം എന്താണ്, ജനങ്ങൾ നേരിടുന്ന പ്രശ്നം എന്താണെന്ന് നടന്ന് നേരിട്ട് കണ്ട് ചോദിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ഒരാളാണ്. അപ്പോൾ അത് ഇദ്ദേഹത്തിൽ കൂടി ആ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ഈ നാടിനെ രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു വിചാരത്തിലാണ് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയത്. അപ്പം ഞാൻ വളരെ ക്ലോസ് ആയിട്ട് അദ്ദേഹമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ഈ കഴിഞ്ഞ 5 വർഷക്കാലം അദ്ദേഹം നടപ്പിലാക്കിയിരിക്കുന്ന 90% കാര്യങ്ങളും എൻ്റെ ബുദ്ധിയിൽ നിന്ന് ഞാൻ എഴുതി കൊടുത്തിരിക്കുന്നതാണ്. നല്ല കാര്യങ്ങൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ വിചാരിക്കുന്ന ഇരട്ടച്ചങ്കൻ്റെ ഒരു റിയാലിറ്റി എന്താണെന്നുള്ളത്. അത് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ അന്ന് വരെ ഞങ്ങൾ ഈ പഞ്ചായത്ത് ത്രിതല തലത്തിൽ മാത്രമാണ് നിന്നത്. എനിക്ക് തോന്നി ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ കൂടി ഈ ഇരട്ടച്ചങ്കനിൽ കൂടി, അതായത് ഇരട്ടച്ചങ്കനാണെന്ന് ജനങ്ങളെ വിശ്വസിപ്പിക്കുന്ന ആളിൽ കൂടി കേരളം രക്ഷപ്പെടില്ല എന്നുള്ളത്. ആ ബോധ്യം വന്നപ്പോഴാണ് ഞങ്ങൾ ഈ നിയമസഭയിലേക്ക് മത്സരിക്കുകയും ചെയ്തു. അന്ന് ആ ബന്ധം ഞാൻ അവിടെ കട്ട് ചെയ്തതാണ്. ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഞാൻ ഒരിക്കൽ പോലും ഫോണിൽ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല, അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടില്ല. ഒരിക്കലും ആ ബന്ധം ഇന്ന് ഇല്ല എന്നുള്ളതാണ്. പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ നടന്ന് ഈ ജനങ്ങളെ മുഴുവൻ വഞ്ചിക്കുകയില്ലായിരുന്നോ? ആക്ച്വലി ഞാൻ വഞ്ചിക്കുകയില്ലായിരുന്നു. ഞാൻ ഈ ജനങ്ങളെ, ഈ നാടിനെ രക്ഷപ്പെടുത്താനാണ് ശ്രമിച്ചത്. അത് അദ്ദേഹത്തിൽ കൂടി നടക്കില്ല എന്ന് തോന്നിയപ്പോൾ ആ ദൗത്യം നമുക്ക് സ്വന്തമായിട്ട് നടപ്പിലാക്കണമെന്ന് വിചാരിച്ച് അന്ന് ആ ബന്ധം ഞാൻ വിച്ഛേദിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹമായിട്ടുള്ള ഒരിക്കൽ പോലും ഫോണിൽ കൂടി പോലും ഞാൻ ബന്ധപ്പെട്ടിട്ടില്ല. ഇപ്പം നേരത്തെ നടത്തിയ പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന അഴിമതി ആരോപണങ്ങൾ, മുഖ്യമന്ത്രിയെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ മകളെക്കുറിച്ചും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ അതിലൊക്കെ കുറെ സത്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? എല്ലാ ആരോപണങ്ങളും ശരിയാണെന്നൊന്നും എനിക്ക് മുഴുവനായിട്ട് അറിയില്ല. കാരണം നമ്മൾ മാധ്യമങ്ങളിൽ കൂടി അറിഞ്ഞതും കേട്ടതും ഒക്കെ അല്ലേ ഉള്ളൂ. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന്. പക്ഷേ ഇപ്പം നമ്മളുടെ ഈ മാസപ്പടി വിവാദം, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ മുഖ്യമന്ത്രി വെച്ച് നോക്കുമ്പോൾ 99% ആരോപണങ്ങൾ ശരിയാവാനാണ് സാധ്യത. അപ്പോൾ ഇപ്പോൾ ലാവ്ലിൻ കേസായിക്കോട്ടെ, മാസപ്പടി വിവാദമായിട്ട്, ഇതിലൊക്കെ യാഥാർത്ഥ്യങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. കാരണം കാശ് മേടിച്ചതിന് കണക്കുണ്ട്, കൊടുത്തതിന് കണക്കുണ്ട്, റെക്കോർഡുകളാണ്. അപ്പോൾ അതിലെന്താണ് തെറ്റുണ്ടാവുക? പിന്നെ നമ്മുടെ മുഖ്യ ശത്രു ആരാണെന്ന് ചോദിച്ചല്ലോ. 2020 സംബന്ധിച്ച് ഞങ്ങൾ ഈ പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ നാട് കട്ടുമുടിച്ച് കൊള്ളയടിച്ച് പാവപ്പെട്ട ജനങ്ങളുടെ രക്തം ഊറ്റി കുടിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഇത് രൂപം കൊണ്ടത്. ഞാൻ പറഞ്ഞില്ല 20 ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചത് തന്നെ അതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഒരു ശത്രു എന്നതിനേക്കാൾ ഉപരി ഈ കേരളത്തെ, ഈ മലയാളികളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ ഇനി ഒരു 20 വർഷം കൂടി പോയെന്ന് വിചാരിക്കുക. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഇവിടെ എത്ര മലയാളി ഉണ്ടാവും? 20 വർഷം ഇന്ന് മുതൽ നമ്മൾ 20 വർഷം എടുത്താൽ മലയാളി എന്ന് പറയുന്ന ഒരു വംശം ഗൂഗിളിലെ നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിൽ ഉണ്ടാവില്ല. അല്ല, ഇപ്പൊ തന്നെ യൂത്ത് എല്ലാം കയറി പോവാണല്ലോ. യൂത്ത് അത് 10 വർഷം മുമ്പുള്ളൊരു കാര്യം. ഇപ്പൊ യൂത്തിന്റെ പുറകെ അച്ഛനമ്മമാരും ഒക്കെ പോയി തുടങ്ങി. അതുകൊണ്ടാണ് ആയിരക്കണക്കിന് വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ ആ മെന്റാലിറ്റി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പണ്ട് ഈ കുട്ടികൾ പോവുക, അവർ രക്ഷപ്പെടട്ടെ എന്നുള്ള ഒരു വിചാരമായിരുന്നു. ഇപ്പോൾ മാതാപിതാക്കള് മാറി, എന്തിനാ അവിടെ കിടന്ന് നരകിക്കുന്നത്, ഞങ്ങളും പോയി കളയാം എന്നുള്ളൊരു വിചാരം. അതാണത്. എല്ലാവരുടെയും ചിന്താഗതിയിൽ മാറ്റം വന്നു. അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ കോവിഡ് വന്നതിന് ശേഷം ലോകത്തിലാകമാനം വലിയൊരു മാനസിക മാറ്റം വന്നിട്ടുണ്ട്. ജനങ്ങളുടെ അപ്രോച്ച്. ഒരുപാട് സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല, ജീവിക്കുക. അതെ, ഏത് സമയത്താണ് നമ്മൾ മരിക്കുക എന്നറിയില്ല. അതുകൊണ്ട്
ഉള്ള അത്രയും കാലം അടിച്ചു പൊളിച്ച് ജീവിക്കുക. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ചെറുപ്പക്കാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് എല്ലാ റെസ്റ്റോറൻറ്റുകളും ഫുള്ളാണ്, അതെ അതെ സിനിമാ തിയേറ്ററുകൾ ഫുള്ളാണത്. എവിടെ എന്ത് ഫംഗ്ഷൻ ഉണ്ടോ അവിടെ എല്ലാം ആളുകൾ പണം മുടക്കുക, സമ്പാദിക്കുക എന്നുള്ള ആ ഒരു ശീലം മാറ്റിയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ള ഒരു സാഹചര്യം. ടൂറിസ്റ്റുകളുടെ എണ്ണം ഏതാണ്ട് 70% കൂടി എന്നാണ് പറയുന്നത് ലോകത്തിലാകമാനം. ഇനി വേറൊന്ന് ശ്രദ്ധിച്ചോളൂ, ഇവിടെ നിന്ന് ഈ പാക്കേജ് ടൂറുകൾ ഉണ്ടല്ലോ, അത് ഏതെങ്കിലും ഏജൻസി ആയിട്ട് നോക്കിയാൽ അറിയാം, ഏതാണ്ട് 50% വർധനവ് വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് എല്ലാവരും കൂടി കൂടിയിട്ട്, പ്രത്യേകിച്ച് ഈ പ്രായമായിട്ടുള്ള അച്ഛനമ്മമാര് ഇവരെല്ലാം ഗ്രൂപ്പുകളായിട്ട് തായ്ലാൻഡ്, മലേഷ്യ, സിംഗപ്പൂര്, UK ഇങ്ങനെ ഉള്ള പര്യടനങ്ങൾ കൂടിയിരിക്കുക. അതൊക്കെ മനുഷ്യന്റെ ഒരു മാനസിക നിലയിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ് കാണുന്നത്. പറഞ്ഞു വരുന്ന എല്ലാവരും മുഖ്യശത്രുക്കളാണ്. അങ്ങനെയല്ല, നമുക്കറിയാം ഇന്നത്തെ രാഷ്ട്രീയക്കാരെല്ലാം ഈ രാജ്യത്തെ നശിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നവരാ. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പോലും 1% പോലും ഈ നാടിനോടോ ഇവിടുത്തെ ജനങ്ങളോടോ കടപ്പാടോ ആത്മാർത്ഥതയോ ഇല്ല എന്നുള്ളതൊരു സത്യമാണത്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ 2020 എന്ന് പറയുന്ന ഒരു പാർട്ടി തന്നെ രൂപീകരിക്കേണ്ടവരില്ലായിരുന്നു. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഈ രാജ്യത്തെ നശിപ്പിക്കുന്ന, ഇവിടുത്തെ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ആളുകളെ എല്ലാവരെയും എതിർക്കുക എന്നുള്ളതാണ്. അതിന് ഇന്ന ആളെന്നില്ല, അപ്പം എല്ലാവരും വരും. നമുക്കറിയാം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു നല്ല തൊഴിലല്ല എന്നുള്ളത്. നമ്മുടെ വ്യവസായങ്ങൾ വളരുന്നതിനോടൊപ്പം നമ്മുടെ നാടും വളരണമെന്നുള്ള എൻ്റെ പിതാവിൻ്റെ ഒരു ആഗ്രഹമാണ് ഞങ്ങൾ ഈ ചുറ്റുപാടുകളും കിഴക്കലും മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത്. ജനങ്ങളുടെ പിന്തുണയാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യം. ആ പിന്തുണയാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഒരു ശക്തി തന്നെ. അതാണ് ഇന്ന് പാർട്ടി പൊളിറ്റിക്സിനേക്കാൾ കൂടുതൽ ലീഡർഷിപ്പ് പൊളിറ്റിക്സ് ആണ് ആളുകൾ നോക്കുന്നത്. ലീഡർ ആരാണോ അവരെ നോക്കിയാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത്. AAPക്ക് കേരളത്തിൽ LDFനെതിരായിട്ട് മത്സരിക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെടുത്ത തീരുമാനം ശരിയാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ അതിൽ നിന്ന് പിന്മാറിയത്. അപ്പോൾ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാവുന്നതേ പറയൂ, അത് നടപ്പിലാക്കുകയും ചെയ്യും. ഒരു MLA എന്നതിനേക്കാൾ ഉപരി 2020യുടെ ഒരു കാലൻ എന്നുള്ള രീതിയിൽ പുള്ളി പ്രവർത്തിക്കാൻ തുടങ്ങി.